അയ്യോ, അപ്പോൾ ഇപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞുള്ളൂ അവിടെ വെച്ചിട്ട്. താണ്ടെ അവിടെ 2-3 ക്രീപ്പേഴ്സ് വന്നിട്ട് ഇവിടെ പൊട്ടി ചെതറിച്ച്. താണ്ടെ വേണ്ട ഇവിടെ മൊത്തത്തിൽ വന്നിട്ട് അതിൻ്റെ കൊതിയായിരുന്നു എല്ലാവരും. പുറത്തേക്കൊന്ന് ഇറങ്ങി ഒന്നും ഓർമ്മയുള്ളൂ. പിന്നെ ചാകലായിരുന്നു. ഒരു പ്രാവശ്യം വന്നു ചത്തു, പിന്നെ അടുത്ത പ്രാവശ്യം വന്നു ചത്തു, അങ്ങനെ 3 പ്രാവശ്യം വന്ന് ചത്ത് ഗൈസ്. ഓൾമോസ്റ്റ് ഒരു ആയി. അപ്പോൾ നമുക്കിവിടെ ഒരു മോപ്പ് ഫാം ഉണ്ടാക്കണമെന്നുണ്ട്. എവിടെ ഉണ്ടാക്കണം എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരാമോ? വേണ്ട, എനിക്കൊരു ഐഡിയ ഉള്ളത് വേണ്ട ഇവിടെ ആയിട്ട് ഉണ്ടാക്കാനാ. ആകുമ്പോൾ അത്യാവശ്യം എക്സ്പീരിയൻ കിട്ടും. നമുക്ക് അടുത്ത എപ്പിസോഡത്തേക്ക് അത് ചെയ്ത് വെക്കാം. അതപ്പോൾ അടുത്ത എപ്പിസോഡിലേക്ക് ചെയ്ത് തീർക്കാം. റിസോഴ്സസ് ഒക്കെ അന്നേരം ചെയ്യാം. ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മൈനിങ് ഏരിയ. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ടാണ് മൈനിങ് ഏരിയ എന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ഇവിടെ ഉണ്ട്, ഇവിടെയായിട്ട് മൈനിങ് ഏരിയ സെറ്റപ്പ് ചെയ്യണം. അതിനിവിടെ ഓൾറെഡി ഒരു കുഴി പോലെ അറിയാതെ വെട്ടിയിട്ടുണ്ടായി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കൊരു അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാണ് ബെറ്റർ. ഇവിടെ വെച്ചിട്ട് താഴേക്ക് മോണ രീതിയിൽ അതിന് നിറയെ കോള് വേണ്ടി വരും. എന്തിനാ കോളെന്ന് അറിയാലോ, ടോർച്ച്. ഞാൻ എങ്ങോട്ട് ഓടണേന്നല്ലേ എൻ്റെ ചെസ്റ്റിന്ന് അബോ എടുത്തിട്ട് അതിൻ്റെ നെഞ്ചാൻ കൂടെ റെഡിയിരിക്കുക. ഇതേപോലെ ഒരുപാട് ക്രീപ്പർ വന്നിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എന്നെ അടിച്ചത്. എടാ ക്രീപ്പർ പുറകെ നിന്ന് നിന്നങ്ങനെ പൊട്ടിത്തെറിക്കുക. അതാണ് എനിക്ക് പേടി. ക്രീപ്പർ അതിൻ്റെ പാടിന് പോയി. എടാ ക്രീപ്പർ കഴിഞ്ഞ കുന്നിലെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പുറകെ പൊട്ടിത്തെറിക്കും. എനിക്കത് പല പ്രാവശ്യം, 1-2 അല്ല, പല പ്രാവശ്യം ഇവിടെ വെച്ചിട്ട് പറ്റിയിട്ടുള്ളതാണ്. ഈ സീരീസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കുറേ ക്രീപ്പറൊക്കെ ഉണ്ടായി. എൻ്റെ പുറകെ ക്രീപ്പർ ഉണ്ടായെന്ന് സംശയമുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ കുറേ സോംബീസും ഉണ്ടായി. അപ്പോൾ കയ്യിൽ വല്ല വീറ്റുണ്ടോ നോക്കാട്ടോ. വീറ്റുണ്ടെങ്കിൽ ആ ഷീറ്റിനും നോക്കി പിടിക്കൊണ്ടില്ല. ഓക്കെ ഷീപ്പിനെ കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് എവിടാ ഷീപ്പ്? അയ്യോ, കേവിൻ്റെ കൃത്യം മുന്നിൽ തന്നെ പോയി നിൽക്കണം. പണി വാങ്ങിക്കാൻ. എടാ മറ്റേ കൂടെ വിളിച്ചോണ്ടൂടാ. കണ്ടു ഇനി വാ നമ്മളിവിടെ. സ്റ്റക്ക് എനിക്കിഷ്ടമല്ല ഈ സ്റ്റക്കിങ്. ബാബാ നിങ്ങൾക്ക് ഞാൻ ഫെൻസൊക്കെ ഇട്ടിടാം. ഫെൻസൊക്കെ ഇട്ട് നല്ലൊരു സെറ്റപ്പ് ഉണ്ടാക്കി തരാം. വാ അയ്യോ കൊണ്ടുവരണം. രണ്ട് സ്റ്റെപ്പ് കയറി നമ്മളിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കും.
ശ്രമിക്കുന്നു. പറ്റുന്നില്ല. കുറച്ച് അയ്യോ ആ എക്സ്പ്ലോഡിങ് അടിപൊളി. അതിൻ്റെ കൂടെ നമുക്ക് കുറേ ബോയും കിട്ടി. പോയല്ല നമുക്ക് കുറേ എന്താ പറയുക ഇവിടെ ഒന്ന് ട്രാപ്പ് ചെയ്ത് വെച്ചു. ഇടയ്ക്കിറങ്ങി ഇവിടെ അയ്യോ കഴിഞ്ഞൊരു ബിൽഡിംഗ് ബ്ലോക്ക് കൊടുത്തിട്ടില്ല. രണ്ട് ബ്ലോക്ക് പൊട്ടിച്ചിട്ട് ഇനിയിപ്പിതിങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് പോവാൻ പറ്റുകയില്ല. നിങ്ങൾ അവിടെ തിരിച്ചെടുക്കണം. അത് ഇവരെ ബ്രീഡ് ചെയ്തിട്ടാണ് ഇതിന് അടുത്ത ഫാമില്ല ക്രഷർ ഫാമില്ല. അങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ മറന്നു. ക്രഷർ ഫാമിൽ ഇതല്ലല്ലോ വേണ്ട നമുക്ക്. ഓക്കെ ഗൈസ്, ഇതിനൊന്ന് വളർത്തിയേക്കാം. നിങ്ങൾക്കറിയാലോ കടക്കട്ട പഞ്ഞീനെ എല്ലാത്തിനും തല്ലിക്കൊന്ന് ഉണ്ടാക്കിയ പോർക്കും ഇതൊക്കെയാണ്. ഇതിപ്പോൾ അവരും അങ്ങനെ ആവുക. കുറച്ച് ഗ്രാസ് ചൂടുന്നു. ഫൈനലി ആകട്ടെ സമയത്ത് റോക്ക് അഡീഷൻ. ഓക്കെ, വേറെ സാധനം ഒന്നുമില്ലാന്ന് വിചാരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ വല്ല സാധനം വന്നിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യണ്ടാവും. ഇപ്പം ഇത് എത്രത്തോളം ദൂരെയാടേ. ഇവിടെ അടുത്തൊന്നും ഗ്രാസ് ഇല്ലേ. ഏറ്റവും അടുത്തുള്ളത് അതാ. അവിടെ നിന്ന് ഇനി കൊണ്ടുവരുമ്പോഴത്തേക്കും അതിന് സമയം എടുക്കും. അതാണോ അതോ ഇതാണോ ഏറ്റവും അടുത്തുള്ളത്? അത് ആണ് അടുത്തുള്ളത്. അങ്ങനെ സാധനം വെച്ചില്ലെങ്കിൽ വേറെ വല്ല പണി കിട്ടും. ഇതിനെ കുറേ ഫ്രീഡാക്കാനുള്ളത്. ഇനിയിപ്പോൾ നിന്നെ ഞാൻ കൊല്ലും. എൻ്റെ 25 സാധനങ്ങളാണ് അവൻ്റെ. പിന്നെ വേണ്ട, പിന്നെ ഫോൺ ചെയ്യാൻ പറ്റില്ല. ഒന്നാവാ ഫീഡ്. ഇപ്പം അടുത്ത ആൾക്ക് ഫീഡ്. അപ്പോൾ ഇനി അടുത്ത് ഒരു അവിടെ കുരിപ്പുണ്ട്. 1 2 3 4 5
6. ഇത്ര നേരമായിട്ടിത് വലിയ കയ്യില്ല. എനിക്ക് വലിയ കഷ്ടമാണ് കൈ. എന്ത് കഷ്ടമാണെന്നറിയോ? എനിക്കറിയാം നിങ്ങളിപ്പോൾ കയറിയിരുന്നു. അവിടെ കുറച്ച് ലാഡർ ഉണ്ടാക്കി വെച്ചിരുന്നുണ്ടോ? കുറച്ച് ലാഡറിന് സ്റ്റിക്ക് ഉണ്ടോ? കൃത്യം ലാഡർ മൂണം എല്ലാം കൃത്യം ഒന്നവിടെ ഒന്ന് മാറും. കൃത്യം മാത്രമൊക്കെ ഉണ്ടോ? ഒരെണ്ണം എവിടെ ഇരിക്കട്ടെ, ചുമ്മാ ഇരിക്കട്ടെ. ഇതിനകത്ത് സ്റ്റിക്ക് ഉണ്ടാക്കാൻ വലിയ പാടില്ല. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മരം നടാം. മരങ്ങളൊന്നും പെട്ടെന്ന് നടാം. മരങ്ങൾ ഇതെവിടെ നിന്ന് എന്തൊക്കെയാണ് ഇവിടുന്ന്? പിന്നെ നാണ്ട അതുവഴി എറിഞ്ഞേക്കണോ? ഓ ലാഡറാണ് പ്രശ്നമായത്. ലാഡർ ഉപയോഗിച്ച് ഇറങ്ങാനാണ് എനിക്ക് തോന്നുന്നു. ഇവർക്ക് ലാഡർ ഇറങ്ങാമെന്ന്. ഇല്ലെങ്കിൽ ഇവരെങ്ങനെ ഇറങ്ങും? ഗൈസ് ദാറ്റ്സ് മൈ ഡൗട്ട്. ഇവർക്കിങ്ങനെ ഇറങ്ങാൻ പറ്റും? ഇനിയാണ് നമ്മുടെ കയ്യിൽ വീറ്റും ഇല്ല. ഉള്ള വീറ്റാണെങ്കിൽ ഇത് അതിനേക്കാളും പിന്നെ വളരുമെന്ന് എൻ്റെ പേര്. അവരാണെങ്കിൽ ഇത് തടങ്കലിൽ വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. അവിടെ കിടന്ന് ഡുങ്കി ഡാൻസ് കളിക്കുന്നു. അതിൻ്റെ മുകളിലൊന്ന്, എൻ്റെ പുറകിലൊന്ന്, എൻ്റെ ഇവിടെ ഇവിടെ കഷ്ടപ്പെട്ട് പിടിച്ച് വരുമ്പോഴേക്കും അവിടെ എസ്കേപ്പ് ആവുക. എൻ്റെ ഫ്രണ്ടിലൊന്ന്, സൈഡിലൊന്ന്, ബാക്കിലൂടെ പോകണമെന്ന്. മിക്കവാറും ഞാൻ കൊല്ലും. നമുക്ക് ഫുഡ് പർപ്പസിന് വേണ്ടിയല്ലേ ഇത് ഉപയോഗിക്കണം. ഇതിവിടെ ചുറ്റിക്കറങ്ങി നോക്കും. അപ്പോഴേക്കും എന്താണ്ട് ആ സാധനം എന്ന് പറയാൻ വന്നാൽ മതിയായിരുന്നു. ഒരു കമ്പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാം. കമ്പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് ഒരു ബോണിനൊക്കെ ഉണ്ടാക്കാം. കമ്പോസ്റ്റർ ഉണ്ടാക്കാം. ഇറങ്ങിയിട്ട് കമ്പോസ്റ്റർ ഇവിടെ എന്നാലും വളരെ കൃത്യം താങ്ക്സ്. നമുക്ക് ഗൈസ് അപ്പം നമുക്ക് ഇവിടെ ഒരു കുഴി വെട്ടിയിട്ടിട്ടേ അത് നമ്മളങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ ഒരു കുഴി എന്ന് വെട്ടിയിടണമെന്നൊരു നല്ലതാണ്. മറ്റേ ആടിനെ കൂടെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരാം ഞാൻ. മറ്റേ ആട് ഇറങ്ങി ഓടിയാണ്.
മറ്റേ ആടിൻ്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു തോന്നുന്നു. ആൾ ഡാമേജ് അടിച്ചല്ലോ. ഇപ്പം രണ്ടാടില്ലേ കയ്യിൽ രണ്ടാടുണ്ടല്ലോ. മതി. മൂന്നാമത്തെ ആട് തന്നെയായിരിക്കണേ. ഞാനറിയാം അതുങ്ങളെല്ലാം കൂടി ഞാനറിയാമേ. പിന്നെ അത് സോംബീസൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇന്നതെങ്കിലും അടച്ചു വെച്ചേക്കാം. ഇതിനകത്ത് സോംബീസ് ഫോണാവാനും സാധിക്കുന്നുണ്ട്. ഒരു ടോർച്ച് എവിടെയെങ്കിലും ഒരു ടോർച്ച് ഉണ്ടാവില്ലോ. ഉണ്ട്. ഈ ടോർച്ചിന് പോരട്ടെ. ഇങ്ങോട്ട് ഇവിടെയായിട്ട് സ്പൂൺ പ്രൂഫ് ഇനി അവിടെ ഒന്നും സ്പൂണാകത്തില്ല. ഹോബ്സ് ഓരോ സാധനങ്ങൾ എടുത്തിട്ടേ നമുക്കൊരു 3-4 സ്റ്റാക്ക് സ്റ്റോൺ വേണ്ടി വരും. സ്ലാബ് ഇവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ എന്താ ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ ഇതായിരുന്നു നോക്കട്ടെ കേട്ടോ. നല്ല അങ്ങനെ അടിക്കാറുണ്ട്. എന്നിട്ടില്ലല്ലോ ബേബി. എനിക്ക് ക്രീപ്പറിൻ്റെ അടി കൊണ്ട് ചാടാൻ നല്ല സ്ഥലം. ക്രീപ്പറിൻ്റെ അടി കൊണ്ട് ചാടാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇൻവെൻ്ററി ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കണം. ഓക്കെ, ആവശ്യമുള്ള അത്രയും സാധനങ്ങൾ മാത്രം മതി. പിക്കാക്സ് എപ്പോൾ വേണമെങ്കിലും കൂട്ടാം. പിക്കാക്സ് ഉണ്ടാക്കി അവിടെയുള്ള ചിക്ക് കുറച്ച് ചിക്ക് എനിക്ക് ഇതെന്നെ ധാരാളം. ഇപ്പം അയാൾ തിരിച്ചു വയ്ക്കാം. തിരിച്ചുറാൻ മൈനിങ് ഏരിയ സ്റ്റാർട്ടഡ്. ഫുഡ് എടുത്തില്ല. ഒരു സ്റ്റീക്ക്
2 പോർക്ക്. ബാക്കി ആവശ്യമുള്ള സാധനങ്ങൾ കത്തിച്ച് പോകും. അതുകൊണ്ട് വായടയ്ക്കാനുണ്ട്, കൊടുക്കാനും പറ്റില്ല. ശ്രദ്ധിക്കൽ ഇവിടെ ഉണ്ടാക്കാൻ ഞാൻ മുതിരുന്നില്ല. എന്തൊക്കെയാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഈ സാധനം. അതുകൊണ്ട് ഇവിടെയായിട്ട് ഉണ്ടാക്കേണ്ടി വരും. അല്ലെങ്കിൽ മൈനിങ് ഏരിയ ഇവിടെ എല്ലാം കേസാണ്, അങ്ങനെ പ്രശ്നം. ഇവിടെ എല്ലാം കേസാണ്, അതാണ് പ്രശ്നം. തൊട്ടീനും പിടിച്ചതിനും എല്ലായിടത്തും കേസാണ്. നമുക്ക് വേറൊരു മീനും കൂടി ഉണ്ട്. കുറേ കോളൊപ്പിക്കണം. ലൈറ്റ് ഉണ്ടാക്കാൻ. ലൈറ്റ് എൻ്റെ ഇല്ല, അതാണ് കോള് പോകുമെന്ന് പറഞ്ഞത്. അടിപൊളി. അവിടെ അത്യാവശ്യം നല്ലോണം കോളുണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യത്തിന് അത്യാവശ്യമുള്ള കോളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, സ്റ്റെയർ കേസ് പോലെ തന്നെ കൊണ്ടുപോകണം മൈനിങ്. പോലെയാണ് ഒരു ഫീല്. ഈ ഒരു കേവ് അങ്ങ് മൂടിയേക്കാം. എനിക്കൊരു ബോധമില്ലാതെ നിൽക്കുന്നത് തന്നെയാണ്. ഫസ്റ്റ് ഈ എൻട്രൻസ് ഒന്ന് കൂട്ടിയേക്കാം. ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് നോക്കിയാൽ മതി, ഇവിടെ മോബ്സ് സ്പോൺ ആയോ ഇല്ലയോ. അങ്ങനെ ഇൻഫോം ആക്കിയായിരുന്നു ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടി ബോക്സൊക്കെ എടുക്കാം. ഓക്കെ, ഈ ബ്ലോക്സ് റെഡി. ഇപ്പോൾ ഗ്യാസ് വിടാറായി. നമുക്ക് അകത്തേക്ക് പോവുക അല്ലെങ്കിൽ പുറത്തേക്ക് വരാം. ഇതുണ്ടോ, ഇത്ര വരും. എത്രക്കോളം മൂടിയിൽ 21 ഇത്രയും കഴിഞ്ഞു. ആവശ്യത്തിന് എക്സ്പീരിയൻസ് വരുന്നുണ്ട്. കോള് വേണ്ടല്ലോ, അതുകൊണ്ട് അവിടെ കുറച്ച് കോളും മയോണും നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇവിടെയുണ്ട് കോള്, പക്ഷേ വലിയൊരു കേക്കിൻ്റെ അടിയിലാണ് ഉള്ളതും കൂടെ ഒന്ന് എടുത്തേക്കാം. ഇപ്പം ഇതങ്ങ് പൊട്ടും. നമുക്കപ്പോൾ ഇവിടെ ഉള്ളതും കൂടി മൈൻ ചെയ്തിട്ടങ്ങ് പൊട്ടിക്കാം. ഇതേപോലെ മൈൻ ചെയ്തിട്ട് ഈ അയ്യമ്പി ചെക്സിന് പൊട്ടിക്കാം. ശരിക്കും പറഞ്ഞാൽ 5ാമത്തെ എപ്പിസോഡിൽ ഇതാവേണ്ടതാണ് ശരിക്കുള്ള കണക്ക് ചോദിക്കുമ്പോൾ. രീതി
ഒന്ന് മൈൻ ചെയ്തിട്ട് നിരപ്പാക്കി എടുക്കണം. ആവശ്യത്തിനുള്ള ബിൽഡിംഗ് ബ്ലോക്സ് ആയി. അപ്പോൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ്, ഈ ഒരു പോയിന്റിൽ. ഉണ്ടോ? അതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ കണ്ട ഒരെണ്ണം വെച്ചു. എന്നിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ താഴേക്ക് കൊണ്ടുവന്നൊരു ഫീല് വെക്കണം. അത്രേ ഉള്ളു കാര്യം. പിക്കാക്സ് വരട്ടെ, ബാക്കിയുള്ളത് എല്ലാം അങ്ങ് മൈൻഡ് ചെയ്ത് മാറ്റാം. ഇനിയിപ്പോൾ ഇതും പൊട്ടിച്ച് മാറ്റി, ഈ കോയും പൊട്ടിച്ച് മാറ്റി, ഇതിൽ പൊടിച്ച് വെച്ച് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെയായിട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണം. അതാണ് നല്ലത്. ചെസ്റ്റിനുള്ള വുഡ് കുറച്ച് ടോർച്ച് നോക്കാം. കുറച്ച് ടോർച്ച് ാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വെച്ചത്. എനിക്ക് വലിയ പണിയായിട്ടില്ല. ക്രീപ്പറാണ് പൊട്ടിപ്പറിപ്പിച്ച് നമ്മൾ കഴിയും. അല്ലാത്ത മറ്റേ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ കൊല്ലും. സോംബിയാണെങ്കിൽ കയ്യിലുള്ള എന്ത് സാധനമോ അത് ചെയ്തിട്ട് ഒരു ഓണത്തിന് വേണ്ടി വെച്ചതായി.
ആക്കി താഴേക്ക് കുഴിച്ചിട്ട് ബാക്കി ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നല്ലത് നന്നായി ബാമ്പ് ഒക്കെ വെച്ചത് ഇവിടെ നന്നായി ബാമ്പ് വെച്ചത് അടിപൊളി. ഇവിടെ ബാമ്പ് വെച്ച് ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ സ്റ്റിക്കിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരും. പകുതി എടുത്ത് ഇവിടെ വയ്ക്കാം. സ്റ്റിക്ക് സ്റ്റിക്കാക്കി ഇനിയിപ്പോൾ ലാഡർ ഉണ്ടാക്കിയിട്ട് ഗേസൊക്കെ നമുക്ക് ബാക്കിയുള്ളത് ഞാൻ ഓഫിൽ ചെയ്യാം. ഇനി ചെയ്യാനുള്ള സ്പേസ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ബാക്കി ഞാൻ ഓഫിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. കാരണം ബാക്കി ഞാൻ ഓഫിൽ ചെയ്യണമെന്നാണ് നല്ലത് തോന്നുന്നു. കാരണം ഞാൻ കുറേ ബ്ലണ്ടേഴ്സ് കാണിക്കും, നല്ലോണം ബ്ലണ്ടർ കാണിക്കും. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇങ്ങോട്ടേക്കൊക്കെ പോവും. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത കുറേ ഇതാവും വീഡിയോ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ ശരി.